കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് ഞാനൊരു ഉത്സവത്തിന് പോയിരുന്ന വീഡിയോ ഇട്ടിരുന്നില്ലേ? ആ ഉത്സവത്തിന്റെ അവസാന ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് മറന്നുപോയത് ഇടാൻ. അപ്പൊ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ വീഡിയോ കണ്ടു. അങ്ങനെ ഞാൻ വിചാരിച്ചു പോസ്റ്റ് ചെയ്തേക്കാന്ന്. അപ്പോൾ ഒരു 12:30 സമയത്താണ് നമ്മൾ അവിടെ എത്തുന്നത്. അതൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് തെറ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ തെയ്യത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല. പേരറിയുന്നവർ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചക്ക് 12:30 സമയം, നല്ല നട്ടപ്ര വെയിലുള്ള സമയം. പക്ഷെ നമുക്ക് ഈ തെറ കാണുന്ന തെയ്യം കാണുന്ന സമയത്ത് വെയിലൊന്നും അത്ര വലിയ ഫീൽ ചെയ്യില്ല. നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നതല്ലേ. അപ്പൊ നമുക്ക് അത് ദൈവത്തിന്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. നമുക്ക് അത്ര വലിയ ഫീൽ ചെയ്യില്ല. വേർക്കൊക്കെ ചെയ്യുന്നുണ്ടാവും, എന്നാലും അതൊരു വലിയ ഫീലിങ്സ് ആയിട്ട് നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ കാണുന്നതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി. അപ്പൊ നമുക്ക് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ തീർന്നൊരു അവസ്ഥ പോലെ നമുക്ക് ആ സമയത്ത് ഫീൽ ചെയ്യാം. അപ്പൊ എനിക്ക് ഇഷ്ടമായി ഈ തെയ്യത്തിന്റെ ഇതൊക്കെ കാണാൻ. പക്ഷെ ദൂരെ നിന്നേ ഞാൻ കാണുള്ളൂ. അടുത്ത് പോയി നിൽക്കൽ പരിപാടി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല. എനിക്ക് പേടിയാണ്. ദൂരെ നിന്ന് കാണാൻ ഇഷ്ടമാണ്, പക്ഷെ അടുത്ത് പോയി നിന്ന് നേർച്ച കൊടുക്കുന്നത് ഞാനിപ്പോൾ അടുത്ത് ആ പരിപാടി തുടങ്ങി. നേർച്ച കൊടുക്കുന്ന പരിപാടി ഞാൻ തുടങ്ങി. എന്നാലും എനിക്കൊരു ചെറിയ പേടിയാണ് കേട്ടോ. അതെന്താ ചെറുപ്പത്തിലേ ഉള്ളൊരു ചെറിയ പേടിയാണ്. പേടിയൊക്കെ അങ്ങനെ പതുക്കെ മാറും. അപ്പം അങ്ങനെ തെയ്യത്തിൻ്റെ തറയൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഈ ഒരു സൈഡിലാണ് നിന്നത്, അതുകൊണ്ട് അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ തെറ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ ക്യൂവിലാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നീണ്ട ക്യൂ ഉണ്ട്. ഭക്ഷണത്തിൻ്റെ ക്യൂവിൽ നിന്നപ്പോഴാണ് ശരിക്കും ചൂട് എന്താണെന്ന് അറിഞ്ഞത്, വെയിൽ എന്താണെന്ന് അറിഞ്ഞത് ആ ക്യൂവിൽ നിന്നപ്പോഴാണ്. ഒരുപാട് പേരിങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ദിവസമായിട്ട് സദ്യ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇലയൊക്കെ ഇട്ട് സദ്യയൊക്കെ കഴിക്കാലോ. അപ്പൊ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടായിരിക്കും സദ്യ എന്ന് എനിക്ക് തോന്നി. പിന്നെ അതാ തലയിൽ ടവലൊക്കെ ഇട്ടിട്ടാണ് നിന്നത്. എൻ്റെ സ്കിന്നിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. വെയിലേറ്റ് കഴിഞ്ഞാൽ നല്ല ചുവന്ന് വരും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നിനക്കാണ് സ്കിന്നിന് പ്രശ്നം, അപ്പോൾ തലയിൽ ടവലോ അങ്ങനെ എന്തെങ്കിലും ഇടാം, കുടയെടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞതാണ്. കുടയൊക്കെ എടുത്ത് ക്യൂവിൽ നിൽക്കുന്ന മോശമല്ലേ. അപ്പോൾ ആ ക്യൂവിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് വത്തക്ക വെള്ളം കൊടുക്കുന്നത്. നല്ല ചൂടുള്ള സമയത്ത് നല്ല തണുത്ത വത്തക്ക വെള്ളം കുടിക്കുക എന്തായിരുന്നു ടേസ്റ്റ്. ഞാനൊരു 3-4 ഗ്ലാസ്സെങ്കിലും കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കുടിച്ചു. നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ തന്നെ. അപ്പോൾ അവിടെ അങ്ങനെ നിന്ന് ഞാനും കുഞ്ഞുണ്ണിയെ നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വത്തക്ക വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. അതിന് ശേഷമാണ് അവിടെ ഇങ്ങനെ നിന്ന് നോക്കിയത്. അപ്പോൾ ഏട്ടൻ വീഡിയോ എടുക്കുന്ന ഇങ്ങനെ നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സദ്യ കഴിക്കാൻ. പ്രത്യേകിച്ച് എനിക്ക് ഈ ആൾക്കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കേട്ടോ. നല്ല സദ്യയായിരുന്നു.